ഹലോ, ഹലോ. ഇത് ഐശ്വര്യ പപ്പടാ. അതെ. ഈ പാക്കറ്റിൽ 8 ഉണ്ടായിട്ട് പാക്കറ്റിന്റെ ഉള്ളിൽ 7 അതെന്താ അങ്ങനെ? ഐശ്വര്യത്തിന്റെ ആളില്ലോ, ആള് പുറത്തു പോയിട്ടില്ല. ഞാൻ ഏത് ചോദിക്കാൻ പറയാം. ഏത് പുറത്താ പോയത്? അയാള് വന്ന പറഞ്ഞ കേസ് കൊടുക്കും കേട്ടാ. ഞാൻ പറയാം. ആളെ പറ്റിക്കൽ പരിപാടിയാ. പുള്ളി വന്നിട്ട് ഞാൻ വിളിക്കാൻ പറയാം. ഏത് പുള്ളി വന്നാലും ശരി, തമാശ കളിയാ. കൂടുതൽ എന്ന് പറഞ്ഞ ആളെ പറ്റിക്കലാ. നീ തന്നെയല്ലേ? ഏ നീ തന്നെയല്ലേ? പിന്നെ ആളെടി പോയിന്? ആള് പുറത്തു പോയി, ഞാൻ ഇവിടുന്നില്ല. പിന്നെ നീടെ പിന്നെ നീ എങ്ങനെ ആടെ വന്നേ? നീ എങ്ങനെ ആടെ വന്നേ? പുള്ളി അപ്പുറത്തോ. ഞാൻ പുള്ളിയെ പിന്നെ നീ വിളിച്ച് പുള്ളി എനിക്ക് അയാളെ വിളിച്ചാ പിന്നെ നീ എങ്ങനെയാ ഫോൺ എടുക്കല്? എടാ മനുഷ്യ, ഞാൻ വർക്ക്ഷോപ്പ് പറഞ്ഞത്. അയാള് വന്നാ പറഞ്ഞേ കേട്ടാ. ആ. ആ ഹലോ. ആ. പിന്നെ പപ്പടം 8 പപ്പടമല്ല, 35 ഗ്രാമിനാണ് പപ്പടം പിന്നെ തൂക്കാന്നിപ്പോ. അതില് 8 എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? 8 എന്നുവെച്ചാൽ ഈ ഓണത്തിന്റെ പരിപാടി തന്നെ എനിക്ക് ഡേവിഡ് തടയാൻ പറ്റിയിട്ടില്ല. 8 എന്ന് പറഞ്ഞിട്ട് 7 തന്ന പിന്നെ ചോദിക്കണ്ടേ? ചോദിക്കണം, ഒരു കാര്യമില്ലേ. നിങ്ങളൊരു 8 കാര്യം ചെയ്യ്. പപ്പടം എന്ന് പറഞ്ഞാൽ ചെറിയ പപ്പടാണ്, ഇത് വലിയ പപ്പടാ. അതൊന്നും നമുക്കറിയണ്ട. അത് നിങ്ങളെ കണക്ക്. നമ്മൾ മേടിക്കുമ്പോ കണക്കില്ലെങ്കിൽ നമ്മൾ ചോദിക്കും. ഇത് ഞാൻ ഈ കേസിന് പോയാലും നിങ്ങൾ കിട്ടും കേട്ടാ. നിങ്ങള് പപ്പടം തൂക്കി നോക്ക് എത്രയുണ്ടെന്ന്. തൂക്കം നീ എഴുതിയില്ല? ഇല്ലല്ലോ. തൂക്കം എഴുതിയിട്ടില്ല. ഒരു സാധനത്തിൽ തൂക്കം, വില, തീയതി എല്ലാം ഏതാണെന്ന് എനിക്കറിയില്ലേ? അറിയില്ലേ? ഞാൻ പറഞ്ഞ വിളിക്കുന്നേ അത് നീ അറിയണ്ട. അത് ഒന്നും പറ. ഇവരുടെ വിളിക്കുന്നത് പപ്പടം വിളിക്കുന്ന സ്ഥലം എനിക്കറിയണ്ടേ. ഞാൻ നിന്റെ കുറ്റം പറഞ്ഞാലും നീ എന്റെ പേടിക്ക് കയറിയെന്ന്. അല്ല ഞാൻ കേറുന്നല്ല, ഞാൻ പറയുന്നത് വിളിക്കുന്ന നോക്കണ്ടേ. നിന്റെ കുടിൽ വ്യവസായമല്ല, പിന്നെ ഇമാരി കളി വേണ. നമ്മളെ കുടിൽ വ്യവസായം തന്നെയാണ്, നമ്മള് അങ്ങനത്തെ ഇതൊന്നും ചെയ്യുന്നില്ല. പിന്നെന്താന്ന്? അപ്പൊ നീ പപ്പടത്തിൽ എന്തെങ്കിലും മായം ഉണ്ടാവും, നീ എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടാവും. എനക്ക് സംശയം ഉണ്ടാവും. നിങ്ങളൊരു കാഞ്ഞ് പൊട്ടൻസ് കംപ്ലൈന്റ് കൊടുക്ക്. കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നു. കൊടുത്തോ. ഇങ്ങനെ ഒരു പപ്പടത്തിന് പോലെ നീ ഓണത്തിന് മുമ്പ് എത്ര പപ്പടം ഇറക്കിയിട്ടുണ്ടാവും? എത്ര ലാഭം എനിക്കുണ്ടാവും അല്ലെ? ഓണത്തിന് പറ്റിക്കുന്നു ഞമ്മക്കാ ലാഭം. പിന്നെ ആയിരിക്കാന്ന് എല്ലാം ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം പൊടിക്ക് എത്ര പൈസ അറിയാം? 150 രൂപ ഒരു കിലോ പൊടിക്ക്. ആയിക്കോട്ടെ. അതിന്റെ അകത്ത് എത്രയാ നമുക്ക് പപ്പടം കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാം? ആയിക്കോട്ടെ. എത്രയായാലും നിങ്ങൾക്ക് എത്രയാ വില കിട്ടുന്നത് അതിനാണെങ്കിൽ ഒരു പപ്പടത്തിന് വില കൂട്ടും, അതിന് എണ്ണം കൂട്ടും. എണ്ണം വിലയും കറക്റ്റ് ആയിരിക്കും. അല്ലാണ്ട് പിന്നെ ഇത് ഒന്ന് 10 കുത്തുന്നത് 10 ഇപ്പൊ 8 കാണും. ആദ്യം 10 ഇപ്പൊ 8 ഇപ്പൊ 7 ഇതിന് പാക്കറ്റ് കുറക്കാൻ പാടില്ല. നിയമം അനുവദിക്കുന്നുണ്ടോ? ഇല്ല. ഓണത്തിന് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ തടഞ്ഞിട്ടില്ല. വെണ്ണവും കറക്റ്റ് ആയിരിക്കണം എന്ത് സാധനം വെക്കുമ്പോൾ. അത് നിങ്ങൾക്ക് മാത്രമൊന്നല്ല, എല്ലാവർക്കും ബാധക. നിയമം തന്നെ. ഓണം വന്ന് അച്ഛന്റെ കൊലയടി വന്ന് ഒന്നും പ്രശ്നമില്ല. 40 ഒന്നും പ്രശ്നമില്ല. കറക്റ്റ് ആയിരിക്കണം. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? നിങ്ങൾ എന്ത് ചൂടാണ്ട? പിന്നെ എനിക്ക് പ്രശ്നം വന്നുവെച്ചാല് എന്റെ വീടിന്റെ പണിയിൽ കഴിഞ്ഞുകൊണ്ട് തടയാൻ പറ്റിയിട്ടില്ല. അല്ല, നിങ്ങൾ ഇത് കോടതി പോയത് വീടിന്റെ പണി പറഞ്ഞ അവര് നോക്കുക, ഇതെല്ലാം ജഡ്ജ് ഇതെല്ലാം നോക്കുക. ഇല്ല. പിന്നെന്താ? പിന്നെ എന്നോട് നിങ്ങൾ വീടിന്റെ പണിയോ നിങ്ങൾ ഭാര്യ പ്രസവം എന്നോട് പറയേണ്ട കാര്യം എന്നാ? ഇങ്ങനെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഒരു പപ്പടത്തിന്റെ വിഷയമുള്ളൂ. ഒരു പപ്പടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 10 പാക്കറ്റിൽ ഓരോന്ന് കുറച്ചാൽ എത്രയായിടാവും? നമ്മളെ മറച്ചു വെക്കുന്നുണ്ടാ? പിന്നെ മറച്ചു വെക്കാൻ നിങ്ങൾ വേറെ വെക്കൂലേ? വേറെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇതെന്താ? നിങ്ങൾ എത്ര എണ്ണം കുറക്കുന്നുണ്ടാവും ഇങ്ങനെ പറഞ്ഞിട്ട്? ഓണം വിഷു നൽമാറ്റ് അല്ലേ? ഓണം വിഷു നമ്മള് എത്ര കുറക്കുന്നുണ്ടാവും? ഇങ്ങനെ ആളെ പറ്റിച്ചിട്ട് പൈസ പിന്നെ ഞാൻ ഒരു പപ്പടം കുറച്ച് നമ്മള് കോടീശ്വരനാവുമല്ലോ. കോടീശ്വരന്മാർ ഇപ്പൊ സാധാരണക്കാരെ പോലത്തെയാ. പൈസ ഇല്ല കൈമലി, നീ അറിയാ? ഒരു 199 200 ആള് കൊടുക്കും. ഒരു റുപ്യ ഒറ്റ ആള് കിട്ടിയാല് എത്ര പൈസയായി? ഒരു കൊല്ലം കൊണ്ട് വരുമാനം എത്രയാ? നീ ഒരു പപ്പടം കുറച്ചാൽ ഒരു കൊല്ലം കൊണ്ട് എനിക്ക് വരുമാനം എത്ര കിട്ടും? നീ നാളെ കണക്കൂട്ടി നോക്ക്. എനിക്ക് പരമാവധി കിട്ടുന്നുണ്ട് പപ്പടം കൊണ്ടുപോയിട്ട് കാണാൻ. എന്നാ വേണ്ട വിട്ടേ. പപ്പടം നീ നിന്നോടാക്കണെന്ന് പറയും. ഇങ്ങനെ ആളെ പറ്റിക്കണോ ഞാൻ പറഞ്ഞേ? നമ്മളെ ആളെയും പറ്റിക്കുന്നതിലൊന്നുമില്ല. നമ്മള് നേരെ പോകും. പിന്നെ 8 പറഞ്ഞ പിന്നെ 7 വെക്കേണ്ട ആവശ്യം എനിക്കുള്ളേ? അങ്ങനെയുണ്ടോ?
അല്ല ഇത് എവിടുന്നാ വിളിക്കുന്നേ? നീ ആദ്യം ചോദിക്കുന്നത് എവിടുന്നാ അല്ല ഇത് വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നേ ഒന്ന് എവിടുന്നാ എന്ത് കൃത്യമായിട്ട് പറഞ്ഞോളൂ. വിളിക്കുന്നത്? ഏത് വിളിക്കുന്നത്? എന്ത് ചോദിക്കുന്നത്? നിന്റെ ഞാൻ കുറ്റം ചോദിക്കേണ്ട പറയാൻ ആവശ്യം എനിക്കുണ്ടല്ലോ. നിന്റെ കുറ്റം ഞാൻ പറയാൻ പപ്പടം നീ എന്റെ പോകുന്ന പേടിക്ക് സ്ഥലമല്ലേ? നീ എന്റെ പേടിക്ക് കയറുമെന്ന് നിങ്ങളെ പേടിക്കാൻ കാണിക്കുന്നില്ല. നിങ്ങളെ പേടിക്ക് മനസ്സിലായി അത്. വേറെ പപ്പടം നോക്കട്ടെ എന്നാ പരിപാടി എങ്ങനെയാ അതിന്റെ അവസ്ഥ ആ നോക്കിക്കോ നോക്കിക്കോ നോക്കട്ടെ. നോക്കിക്കോ. ശോഭന്റെ പപ്പടം എത്രയുള്ളേ? ഇത് പത്തിന്റെ കുറ്റം പറയുന്ന ആളെ പിന്നെ നിന്റെ കുറ്റം പിന്നെ ആരോടും പറയാൻ പാടില്ല. വേറെ കുറ്റം ആളെ പറ്റിക്കോ. നീ ആളെ അല്ല കുറ്റം പറയുന്ന കുറ്റം വേറെ ആക്കും അല്ലെ? അടുക്കട്ടെ. അല്ല നിങ്ങളെ ശോഭന്റെ പപ്പടം എത്രയല്ലേ നോക്കിയാ? ഇപ്പൊ നീ പരിപാടി അധികം പോകില്ല മോനെ കേട്ടാ. ആയിക്കോട്ടെ. നിനക്കതിന് മര്യാദക്ക് 7 എന്ന് വെച്ചാ പോരെ, ഈ 8 വെക്കണ. അല്ലേ പപ്പടത്തിന് എണ്ണം വെക്കണ്ട, പക്ഷെ എണ്ണവും തൂക്കം കറക്റ്റ് ആയിരിക്കണം അല്ലേ? വേണ്ടേ? നമ്മളെ പപ്പടം തൂക്കം കൃത്യമായിട്ടുണ്ട്. 35 ഗ്രാമാണ്. എടാ ആൾ ഇത് പൊരിക്കും വേണ്ട പിന്നെ തൂക്കം നോക്കൂ ഇയ്യ. എടുത്തിട്ട് എണ്ണയിലിടുമല്ലോ ഇയ്യ. ആള് നോക്കൂലേ എത്ര പപ്പടം ഉണ്ട്? ഒരു പപ്പടം മേടിച്ചാല് ആള് വിചാരിക്കും പണ്ടെത്തും പോലെ 10 പപ്പടം കഴിക്കാം. 10 ആളിന് എന്ത് ചെയ്യും? 7 പപ്പടം 8 പപ്പടം കൂടി. എല്ലാം മച്ചു 10 പപ്പടം ഉണ്ട്. ഇത് വലിയ പപ്പടാന്ന്. ചെറിയ പപ്പടം 10 ഉണ്ടാവും. ഇപ്പൊ വലിയ പപ്പടം ചെറിയ പപ്പടം അതിന്റെ മേലെ ഈ ലേബലിന്റെ മേലെ കൃത്യമായിരുന്നു 8 എഴുതിയുള്ള അല്ലേ? അല്ലേ? ശരിയല്ലേ? അത് ശരി തന്നെയാണ്. പിന്നെന്താ 7 പപ്പടം നീ വെച്ചേ? അത് 7 പപ്പടമല്ല. നമുക്ക് ഈ പ്രാവശ്യം ഓണത്തിന് തടയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും തടയണം. ഓണം വിഷു ചാവെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ചെയ്യേണ്ട നീ കൃത്യമായിട്ട് ചെയ്യണം. വേണ്ടേ? ചെയ്യണ്ടേ? അല്ല നിങ്ങൾക്ക് എന്നാ ഇപ്പം വിഷയം നിന്നോട് ഇത് പറയാന്നേ. നീ ഇങ്ങനെ ഇനി ആളെ പറ്റിക്കാൻ പാടില്ല കേട്ടാ. നമ്മളെ ആളെയൊന്നും പറ്റിയിട്ടൊന്നും ഞാൻ ഇതാ 10 ആളുണ്ടായിട്ട് വേറെ ഒന്നും കൂടി 8 മതിയായിരുന്നു എനിക്ക്. ഒന്ന് പറഞ്ഞു പോയി. ഞാൻ വേറെ പോയിട്ട് മേടിച്ചു. എന്നിട്ട് അതിനകത്ത് നിങ്ങള് എന്റെ അതേ പപ്പടം നിങ്ങൾ എന്റെ അതേ പപ്പടം എടുത്തിട്ട് വേറെ ആളെ പപ്പടം മേടിച്ച് നോക്ക്. അതിന്റെ അകത്ത് ഉണ്ടാവും. വേറെ ആളെ പപ്പടം നീ പറയാ. എന്റെ കുറ്റം ആദ്യം പറയട്ടെ. എന്റെ കുറ്റം നീ വേറെ ആള് പറയണ്ട. നീ കടന്നിരിക്കുന്നുണ്ടേ. നിങ്ങളെ എന്നെ മാത്രം ചവിട്ടി താക്കുന്നുണ്ടല്ലോ. നിങ്ങൾ വേറെ ആളെ പപ്പടം എടുത്ത് നോക്ക്. ആര് പറയാ? നിന്റെ പപ്പടം എനിക്ക് കിട്ടി. എന്നോട് ഞാൻ പറഞ്ഞു വേറെ പപ്പടം നോട്ടെ. വേറെ ആളെ പപ്പടം പിടിച്ചു നോക്ക്. അല്ല നിന്റെ ഇട്ടേല ഞാൻ ഇവിടെ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നു. അന്നേരം നീ പിടിച്ചോ കേട്ടാ. ശരി. അധികം ഇളക്കല്ലേ. ഇനി ആളെ പറ്റിക്കല്ല മോനെ കേട്ടാ. പേടി എത്തൂല കേട്ടാ. നീ അമ്പാനൊന്നുമില്ലല്ലോ. നീ ആളെ പറ്റി എനിക്ക് ഒരു പപ്പടത്തിനെ പറ്റിയിട്ട് നിങ്ങളെ പറ്റിയത് എനിക്കൊന്നും കാര്യമോ? ഇവിടെ ഇതൊരു പപ്പടത്തിന്റെ വിഷയം ഒന്നല്ലടാ. ഒരു പപ്പടത്തിന്റെ വിഷയം ഒന്നല്ല. ഇങ്ങനെ എത്ര പാക്കറ്റ് നീ എണ്ണം കുറച്ചുണ്ടാവും അല്ലേ? അല്ലേ? നീ എന്താ ഉണ്ടാതെ എത്ര എണ്ണത്തിൽ എണ്ണം കുറച്ചുണ്ടാവും? ഈ നല്ല ഓരോന്ന് രണ്ട് ഇതായിട്ട് എത്ര പപ്പടത്തിൽ എണ്ണം കുറച്ചുണ്ടാവും നീ? ഈ ഓണത്തിരക്ക് ആളൊന്നും നോക്കൂല. ആള് പൊടിച്ച് അങ്ങ് ഇടും അല്ലേ? ഇതെല്ലാം കൂടി കല്യാണത്തിന് മേടിച്ചുകൊണ്ട് ആൾ എണ്ണുക. ഓരോ പാക്കറ്റ് കൂടി അവര് ആളെ എണ്ണുക. പപ്പടത്തിന് എണ്ണുക. ഇതെന്താ പറ്റിക്കുന്നു? പിന്നെ ഇതിങ്ങനെ ആളെ പറ്റിക്കണം. ഇത് പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മള് ഓണം വിഷു എന്ന് വെച്ചിട്ട് ജനങ്ങളെ പറ്റിക്കണം. അത്രയേ ഉള്ളൂ ഐഡിയ. നല്ല ഐഡിയ തന്നെ. നീ ആടെ പറ്റി പിടിച്ചിരുന്നോ? ഞാൻ വരുന്നുണ്ട്. ആയിക്കോട്ടെ.